കേരളത്തിലെ CPIMന് BJP ബന്ധമുണ്ട്. BJPയുടെ അജണ്ടയാണ് CPIM നടപ്പാക്കുന്നത്. പിണറായി വിജയനാണ് ഈ അജണ്ട നടപ്പാക്കുന്ന കേരളത്തിലെ CPIMന്റെ പ്രധാനപ്പെട്ട നേതാവ്. മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയൻ. ഇതായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണം. ഈ പ്രചാരണത്തിൻ്റെ മുന്നിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നല്ലോ. അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി ആയിരുന്നല്ലോ. അത് ഏറ്റെടുത്ത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി മുസ്ലിം ലീഗും കോൺഗ്രസും UDFലെ മറ്റ് ഘടകകക്ഷികളും. ഇതൊക്കെയാണ് കേരളത്തിൽ കഴിഞ്ഞ 3-4 വർഷമായി കണ്ടത്. അതിൻ്റെ ഭാഗമായി മുസ്ലിം വോട്ടുകൾ CPIMനെതിരെ ഏകീകരിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും കഴിഞ്ഞു. സമാനമായി ക്രൈസ്തവ വോട്ടുകളും ഇതേ മുദ്രാവാക്യത്തിൻ്റെ പിറകിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞു UDF നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന്. അതാണ് കേരളത്തിൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. ഇന്നിതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗം C. ദാവൂദ് ചോദിക്കുന്നു മീഡിയ 1 ചാനലിലൂടെ, CPIM എന്താ ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിക്കാത്തത്? നമുക്ക് ആ വാക്കുകളിലേക്ക് ആദ്യം വരാം. അതിനുശേഷം എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗം C. ദാവൂദ് ഇങ്ങനെ വിലപിക്കുന്നത് എന്ന് പറയാം. ആദ്യം C. ദാവൂദിൻ്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മീഡിയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ ഒരു പ്രൊപ്രൈറ്റി എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് CPM ഒരു അഭിപ്രായം പറയാത്തതെന്നാണ് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ രത്തൻ കേൽക്കറുടെ കാര്യത്തിൽ ഹൈ പിച്ചിൽ ഇപ്പോൾ CPM ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ CPMൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും വന്നത് കണ്ടില്ല. C. ദാവൂദാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി റോയ് മാത്യുവിനെ നിയമിച്ചു. അദ്ദേഹം നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ, ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി നിയമിച്ചതിന് എതിരെ എന്തുകൊണ്ടാണ് CPIM ഒന്നും പറയാത്തത്? CPIM എവിടെയാണുള്ളത്? രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിന് എതിരെ ശക്തമായ നിലപാടെടുത്തു CPIM. ഇതിലെന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്ത, ഒന്നും പറയാത്തത്? ഇപ്പോൾ CPIMന് ആവശ്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. അതുമാത്രമല്ല, വന്ദേ ഭാരതം സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഴുവൻ പാടിയത് എന്തിന്? അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എനിക്കറിയില്ലായിരുന്നു എന്നാണ്. പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പൊതുഭരണ വകുപ്പാണ്. എത്ര മിനിറ്റാണ് വന്ദേ ഭാരതം ഉള്ളത്? ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രമേ പാടാൻ പാടുള്ളൂ എന്നാണ് കോൺഗ്രസ് തന്നെ പറയുന്നത്. അതിൽ കൂടുതൽ സമയമെടുക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടതല്ലേ നിയുക്ത മുഖ്യമന്ത്രി PD സതീശൻ? അദ്ദേഹത്തോടൊപ്പമുള്ളവർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന PD സതീശൻ. ഇത് സത്യപ്രതിജ്ഞ ചടങ്ങാണ്. സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് അദ്ദേഹം ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്നു. ആരെ കാണാൻ? NDA നേതാക്കളെ കാണാൻ. കർണാടകയിൽ പോയി NDA നേതാക്കളെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുന്നു. കൂടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ SIT ചോദ്യം ചെയ്ത ആളുമുണ്ട്. അദ്ദേഹത്തോടൊപ്പമാണ് പോയിരിക്കുന്നത്. അതോടൊപ്പം അദാനിയുടെ ഗ്രൂപ്പ് കോർഡിനേറ്ററെയും കണ്ട് സംസാരിച്ച് തിരിച്ചു വരുന്നു ചാർട്ടേഡ് വിമാനത്തിൽ. ആരാണ് ചാർട്ടേഡ് വിമാനത്തിന് പണം കൊടുത്തത്? NDA നേതാക്കളാണോ? BJPയോടൊപ്പമുള്ള JDSന്റെ നേതാക്കളാണോ? അതല്ല അദാനിയാണോ? അതല്ല സ്വർണ്ണക്കടത്തുകാരനാണോ, കള്ളക്കടത്തുകാരനാണോ എന്നതേ ഇനി അറിയാനുള്ളൂ. ഒരക്ഷരം മിണ്ടുന്നില്ല. അതൊക്കെ പോകട്ടെ. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. കേരളത്തിലെ ഗവർണറായി ഇരുന്നു കൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്, SFI ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഡ്വൈസറായിരുന്നു, ലീഗൽ അഡ്വൈസറായിരുന്നു ജാജു ബാബു. അദ്ദേഹത്തെ തന്നെ കേരള സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കുന്നു. എന്ന് വെച്ചാൽ അടിമുടി കാവ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അതാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. അതിനെതിരെ എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല? ഒരു വിഷയത്തിൽ മാത്രമല്ലേ CPM പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ഷൂറ അംഗം. ഈ ഷൂറ അംഗം ഉൾപ്പെടെയുള്ള ആളുകളാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഇവിടെ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയത്. CPMന് BJP ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രചാരണം നടത്തിയത്. എന്തിനേറെ പറയുന്നു, അവസാനം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുമെന്ന ഘട്ടത്തിൽ KC വേണുഗോപാലിന് എതിരെ VD സതീശന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ മീഡിയ മുഖമാണ് C. ദാവൂദ്. അദ്ദേഹമാണ് ഇപ്പോൾ വിലപിക്കുന്നത്. നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടിരിക്കാൻ. C. ദാവൂദിൻ്റെ മുഖം കാണുമ്പോൾ ചിരിയാണ് വരുന്നത്, സങ്കടമല്ല.
കാരണം അത്രമാത്രം കള്ളപ്രചാരണം, വ്യാജ പ്രചാരണം നടത്തിയ ആളാണ് സി ദാവൂദ്. മീഡിയ വൺ ചാനൽ, ജമാഅത്തെ ഇസ്ലാമി, ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന ആളാണ് സി ദാവൂദ്. അദ്ദേഹമാണ് ഇപ്പോൾ വന്ന് വിലപിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്തതിന് മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. വി ഡി സതീശൻ ഗവർണറെ കാണാൻ രാജ്ഭവനിലേക്ക് പോകുമ്പോൾ ഹരിയസ് കർത്തയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം നാം കണ്ടതാണ്. ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് സന്തോഷവാനായി. ആരാണ് ഹരിയസ് കർത്ത? ഹരിയസ് കർത്തയെ ഗവർണറുടെ ഓഫീസിൽ നിയമിക്കുന്നതിന് എതിരെ അന്ന് നിലപാടെടുത്തത് CPIM ആണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. BJP ഓഫീസിൽ നിന്ന് നേരിട്ട് ഗവർണറുടെ ഓഫീസിലേക്ക് എങ്ങനെ നിയമനം നടത്തുന്നു എന്ന് ചോദിച്ച് അന്നും കോൺഗ്രസും ചില വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു പേരിന് വേണ്ടി. പക്ഷേ ഇന്ന് സന്തോഷം കൊണ്ട് ഹരിയസ് കർത്തയെ കെട്ടിപ്പിടിക്കുന്ന VD സതീശൻ എന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ ദൃശ്യവും നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ സർക്കാരിനെ ഈ ചെറിയ കാലം കൊണ്ട് തന്നെ അടിമുടി കാവ്യവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ VD സതീശനല്ല, വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ് എന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം ഇന്നലെ വരെ VD സതീശനായിരുന്ന VD സതീശൻ ഇന്നിതാ വടശ്ശേരി ദാമോദര മേനോൻ സതീശനാകുന്നു, സതീശൻ മേനോനാകുന്നു. എന്തിന്? അത് കൃത്യം സോഷ്യൽ മാനേജ്മെൻ്റ് ആണ് എന്ന് കേരള രാഷ്ട്രീയം ദൂരെ നിന്ന് കാണുന്നവർക്ക് പോലും മനസ്സിലാകും. അത്രമാത്രം അടിമുട്ടി കാവ്യവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ് VD സതീശൻ. വെറുതെയല്ല VD സവർക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ പോയി തൊഴുതു നിന്നത് എന്നോർക്കണം. ഇതെല്ലാം അറിയുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് VD സതീശന് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചത്. അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗമാണ് ഇപ്പോൾ മീഡിയ വണ്ണിലെ ഇരുട്ടുമുറിയിലിരുന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും മാത്രമേ ദിവസമായുള്ളൂ, വധുവിധു തീർന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ തനി നിറം പുറത്തായി VD സതീശിൻ്റെയും UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും.